അല്ല, ഇതൊരു വളരെ കാലമായി ലോകം കാത്തിരുന്ന ഒരു നിമിഷം ആഗതമായി എന്നുള്ളതാണ്. ലോകം എന്നതിനേക്കാൾ ഉപരി ഇറാനിയൻ ജനത ആഗ്രഹിച്ചു. ഇറാനിയൻ ജനത ഈ ദിവസത്തിന് വേണ്ടി നോക്കിയിരിക്കുകയാണ്. നമുക്ക് അറിയാം, അനേക ഇറാനിയൻ ആളുകള് ഈ ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയകളിൽ ട്രംപിനോട് അഭ്യർത്ഥിക്കുന്ന വീഡിയോകൾ നമ്മൾ കണ്ടു. അതിലൊരു വ്യക്തി ഞങ്ങളെ സഹായിക്കൂ എന്ന് പറഞ്ഞ് സൂയിസൈഡ് ചെയ്തു. അത് കഴിഞ്ഞ മാസമാണ് നടന്നത്. ലോകത്തെ തന്നെ പിടിച്ചു കുലുക്കി. കാരണം ഞങ്ങളിവിടെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളുടെ മേൽ ഇരുമ്പ് നുകമാണ്, ഞങ്ങൾക്ക് മറ്റ് ആളുകളെ പോലെ ജീവിക്കാൻ ആഗ്രഹമുണ്ട്, ദയവായി ഞങ്ങളെ ഹെൽപ്പ് ചെയ്യൂ എന്ന് പറഞ്ഞ് ട്രംപിനെ അഡ്രസ് ചെയ്തുകൊണ്ട് എത്രയോ പേര് ഈ ഇറാനിൽ മുഴുവനായിട്ട് ഇന്റർനെറ്റ് വിച്ഛേദിക്കേണ്ടി വന്നു. ഇറാൻ ഭരണകൂടത്തിന് അത്ര ക്രൂരമായ അടിച്ചമർത്തലാണ്. ഒരു മാസം തന്നെ ഇറാനിയൻ സൈന്യം 35,000-ത്തിലധികം ഇറാനിയൻ സിവിലിയൻസിനെ കൊന്നുകളഞ്ഞു. അതായത് ഭരണകൂടത്തിനെതിരെ പ്രതിഷേധിക്കുന്ന പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കുന്ന 35,000-ത്തിലധികം ആളുകളെ കൊന്നുകളഞ്ഞു. ഇപ്പൊ സ്വന്തം ജനത്തിന് നേരെ ആ രാജ്യത്തിന്റെ പട്ടാളം വെടിവെച്ചുകൊണ്ടിരിക്കുമ്പോൾ മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന അന്താരാഷ്ട്ര സമൂഹം നോക്കുകുത്തിയായി നിൽക്കുമ്പോൾ അവസരത്തിനൊത്തുയർന്ന സന്ദർഭത്തിനൊത്ത് പ്രതികരിക്കുന്ന ജനാധിപത്യ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു ഇറാനിയൻ ജനതയ്ക്ക് കൂടെ അവകാശപ്പെട്ടതാണ്. നമ്മൾ കാണുന്ന സൂര്യനും നമ്മൾ അനുഭവിക്കുന്ന കാറ്റും വെളിച്ചവും അവർക്കും കൂടി ഉള്ളതാണ് എന്ന ബോധ്യത്തിൽ ഡൊണാൾഡ് ട്രംപ് എന്ന വിശ്വപുരുഷൻ ഇപ്പോ ലോക ജനതയ്ക്ക് വേണ്ടി, ലോക ജനതയുടെ മനസാക്ഷിക്ക് വേണ്ടി പ്രവർത്തിച്ചിരിക്കുകയാണ്. ഇതൊരു യുദ്ധമല്ല, ഇത് തടവ് പുള്ളികളെ മോചിപ്പിക്കുന്ന ഒരു വലിയ സൽക്കർമ്മമാണ് ഈ നടക്കുന്നത്.